Good morning, my dears. Today, next our topic is Master Production Schedule or MPS. Production Schedule is a process in manufacturing to decide which product to produce and how much quantity is required to meet the requirement is a given period of time. It is a dynamic as it is speeds up the production process. മാസ്റ്റർ പ്രൊഡക്ഷൻ പ്രോസസ്സ് അതിൽ നമുക്കറിയാം മാസ്റ്റർ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് എ മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഒരു പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് ഈസ് എ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ടു ഡിസൈഡ് വിച്ച് പ്രൊഡക്റ്റ് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഈസ് റിക്വയർഡ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു സമയം കൊണ്ട് ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നും അത് എത്രമാത്രം ക്വാണ്ടിറ്റീസാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നും തീരുമാനിക്കുക, അല്ലെങ്കിൽ അതിനുള്ള ചാർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്ലാനിങ്. ദെൻ അതിനെയാണ് നമ്മൾ എന്താ പറയുക, മാസ്റ്റർ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയാം. ദെൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലൈൻ ഉണ്ടായിരിക്കാം, ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടായിരിക്കാം. ഈ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഷെഡ്യൂളിലേക്ക് ഏത് പ്രൊഡക്റ്റാണ് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചൊരു ഷെഡ്യൂൾ തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, മാസ്റ്റർ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ഹാസ് ബിക്കം ആൻ എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് കറണ്ട് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. Then this system enables manufacturers to develop a plan for product to be produced within a given time period. This system enables the manufacturers to develop a plan for product to be produced within a given period of time. ഇത് ഒരു മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ വളരെ വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്നുണ്ട്. കാരണം ഏത് പ്രൊഡക്റ്റാണ് എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാനുള്ള ഒരു ഷെഡ്യൂളിങ് തയ്യാറാക്കുന്നതിനെയാണ് എന്താ പറയുക, മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഡൈനാമിക് ഇൻ നേച്ചറാണ്. അതൊരു റിജിഡ് നേച്ചറല്ല, അത് ഡൈനാമിക്കാണ്. സോ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഇൻ നേച്ചറാണ്. അതായത് എല്ലായ്പ്പോഴും ഈ ഒരു പ്ലാനിൽ തന്നെ ആയിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു റിജിഡ് ക്യാരക്ടർ ഇതിനില്ല. മാസ്റ്റർ പ്രൊഡക്ഷൻ പ്ലാൻസിന് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിനില്ല, ഒരു റിജിഡ് പ്ലാനില്ല. സോ ഇറ്റ് ഈസ് ഡൈനാമിക്, സോ ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ഇൻ നേച്ചറാണ്. അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ് അത് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാലോ, ഡിമാൻഡിനനുസരിച്ച് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു മീറ്റ് ദ ഡിമാൻഡ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഡിമാൻഡ് മീറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സപ്ലൈ എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെ ഓവർ സപ്ലൈ ഉണ്ടാവാനായിട്ട് പാടില്ല, അതേപോലെ തന്നെ അണ്ടർ സപ്ലൈ ഉണ്ടാവാനായിട്ട് പാടില്ല. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. അവിടെ സപ്ലൈയും അതുപോലെ തന്നെ ഡിമാൻഡും ഈക്വലൈസ് ചെയ്യുക, ഒരു ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ ഡെലിവറി എൻഷുർ ചെയ്യുകയും ചെയ്യാനായിട്ട് സഹായിക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡൈനാമിക് പ്ലാൻ ആണ് ഇത് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. മാസ്റ്റർ പ്രൊഡക്ഷൻ schedule act as a very distinct and important linkage between the planning process. It is a connecting link between planning process. With the help of this schedule, one can know the requirement for the individual and time by date and quantity. ഓരോ ഇൻഡിവിജ്വൽസിനും അവർ ചെയ്യേണ്ട വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെ കമ്പനീസ് MPS are generally produced in order to know the number of each product that is to be produced over some planning period. Then this schedule forms a very unique part of the company's sales program. ശരിക്കും കമ്പനിയുടെ സെയിൽസ് പ്രോഗ്രാമിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു യൂണിക് പ്രോഗ്രാമാണ് ഏത് ദെൻ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ദിസ് ഷെഡ്യൂൾ ഫോംസ് എ വെരി യൂണിക് പാർട്ട് ഓഫ് ദ കമ്പനീസ് സെയിൽസ് പ്രോഗ്രാം വിച്ച് ഡീൽസ് വിത്ത് ദ പ്ലാൻഡ് റെസ്പോൺസസ് ടു ദ ഡിമാൻഡ് ഫോർ ദ മാർക്കറ്റ്. MPS decides what product are manufactured and when. ശരിക്കും MPS വളരെ വ്യക്തമായിട്ട് നമുക്കൊരു പ്ലാൻ തയ്യാറാക്കി തരുന്നുണ്ട്. വിച്ച് പ്രോഡക്റ്റ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് വെൻ ഇറ്റ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. എപ്പോഴാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നും അത് എത്രമാത്രം ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നും ഹൗ ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമേഴ്സ് നമ്മൾ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ള കാര്യങ്ങളും വ്യക്തമായിട്ട് പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ദ ബിൽ ഓഫ് മെറ്റീരിയൽസ് ദെൻ ഐഡൻറ്റിഫൈസ് ദ റോ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദ production of finished products. The bill of materials then identifies the raw materials required for the production of finished goods. തീർച്ചയായിട്ടും bill of materials identifies same time then availability
ഓഫ് റോ മെറ്റീരിയൽ ടു എൻഷുർ ശരിയായിട്ടുള്ള രീതിയിൽ ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി കൂടെ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. ദ മിൽ ഓഫ് മെറ്റീരിയൽസ് ദെൻ ഐഡൻറ്റിഫൈസ് ദ റോ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. എ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് മാനേജ്മെൻറ്റ് ലാംഗ്വേജ് referred to as the master of all the schedules, as this schedule provides the production, planning, purchasing and top management, the most needed information required for planning and control of the whole manufacturing process of the operation. Then നമുക്ക് MPS ഏതൊക്കെ ആയിട്ടാണത് ലിങ്ക് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ആയിട്ടാണത് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. മാസ്റ്റർ പ്രൊഡക്ഷൻ സർവീസസ് MPS ഈസ് കണക്റ്റഡ് ടു വേരിയസ് ആക്ടിവിറ്റീസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് that is capacity planning, rough cut capacity planning, rough cut capacity planning. Then next one MRP material requirement planning, MRP, that is material requirements planning. Then production plan, then next one is demand management, then ഇവിടെ ശ്രദ്ധിക്കുക. then മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്, മാസ്റ്റർ പ്രൊഡക്ഷൻ പ്ലാനിങ് ഓർ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്, ദെൻ ദിസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പ്ലാൻ, ശരിക്കും നമ്മുടെ കറക്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്, വിച്ച് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്, വെൻ ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്, എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഏത് പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന പ്ലാനിനെയാണ് എന്താ പറയുക, പ്രൊഡക്ഷൻ പ്ലാൻ എന്ന് പറയുക. അപ്പോൾ ദെൻ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഈ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഡിമാൻഡ് മാനേജ്മെൻറ്റ്. അവിടെ നമുക്ക് ശരിക്കും ഈ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്, ഈ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ദെൻ ക്ലോസ്ലി റിലേറ്റഡ് ടു സെയിൽസ് മാനേജ്മെൻറ്റ് അല്ലേ. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എപ്പോഴും ഒരു ലിങ്ക് ഉണ്ടായിരിക്കേണ്ട വൺ ഓഫ് ദി ആക്ടിവിറ്റിയാണ് ഇത് മാസ്റ്റർ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് സെയിൽസിനനുസരിച്ച് ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദെൻ അതിൻ്റെ മൂവബിൾ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ഏത് പ്രൊഡക്റ്റിനാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് മനസ്സിലാക്കുകയും ആ ഡിമാൻഡിനനുസരിച്ച് അവിടെ ഡിമാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി കൂടെ വരുന്നുണ്ട്. ഈ ഡിമാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വൺ ഓഫ് ദി ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഡിമാൻഡ് മാനേജ്മെൻറ്റ് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് പ്രൊഡക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ദെൻ ആ പ്രൊഡക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരിക്കണം. അതായത് ഇതിൻ്റെ കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുമ്പോൾ ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഓഫ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവൈലബിൾ റിസോഴ്സസ് ഏതൊക്കെയാണെന്നും എത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഫേമിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് അവിടെ എന്താ പറയുന്നത്, കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, എത്രമാത്രം മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ്, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ആൻഡ് പ്രൊഡക്ഷൻ പ്ലാനിങ്, ദെൻ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള വൺ ഓഫ് ദി പ്രൊഡക്ഷൻ പ്ലാനിങ് പ്രോസസ്സാണ് ഇത് MPS ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഡിമാൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ഈസ് എ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ്. മാസ്റ്റർ പ്രൊഡക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ഈസ് എ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ്. ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ഷെഡ്യൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ടു ഡിസൈഡ് വിച്ച് പ്രോഡക്റ്റ് ടു പ്രൊഡ്യൂസ്, ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നും ആൻഡ് how much quantity is required to meet the requirement in a given period of time. given period of time എന്ന് പറയുന്നത് ഒരു 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ നമുക്ക് എത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ടെന്നും അത് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നും തീരുമാനിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, മാനുഫാക്ചറിങ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ ഡൈനാമിക് ഇൻ നേച്ചർ. ഇത് ആദ്യമേ പറഞ്ഞു, ഇറ്റ് ഈസ് എ ഡൈനാമിക് ഇൻ നേച്ചർ, സോ ഇറ്റ് ഈസ് ആൻ ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ. ഇറ്റ് ഈസ് സ്പീഡ് അപ്പ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. തീർച്ചയായിട്ടും ഒരു മാസ്റ്റർ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ സ്പീഡ് അപ്പ് പ്രൊഡക്ഷൻ. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ ഈസ് ഇൻപുട്ടഡ് ഇൻ ടു MPS.
ഡിമാൻഡ് ഫോർകാസ്റ്റ് ഫോർ എവരി ഫൈനൽ ആർട്ടിക്കിൾ. എന്തൊക്കെ കാര്യങ്ങളാണ് MPS അതായത് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് എ ഡിമാൻഡ് ഫോർകാസ്റ്റ് ഫോർ എവരി ഫൈനൽ ആർട്ടിക്കിൾ. അതായത് നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞിറങ്ങുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെയും മാർക്കറ്റ് ഡിമാൻഡ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. എ ഡിമാൻഡ് ഫോർകാസ്റ്റ് ഫോർ എവരി ഫൈനൽ ആർട്ടിക്കിൾ. എത്രമാത്രമാണ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡിമാൻഡ് എന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ദെൻ സെക്കൻഡ് പോയിന്റ് ടു ബി കൺസിഡേർഡ്, ദാറ്റ് ഈസ് കസ്റ്റമർ ഓർഡേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് ഇൻക്ലൂഡിങ് എനി വെയർഹൗസ് ആൻഡ് ഇൻ്റർ പ്ലാനറ്റ് നീഡ്സ്. മാത്രമല്ല കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കസ്റ്റമർ ഓർഡേഴ്സ് ദാറ്റ് ഈസ് ഇൻക്ലൂഡിങ് any warehouse and interplant needs. Then the aggregate production plan. ഇത് കൂടാതെ ഒരു അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാൻ കൂടെ തയ്യാറാക്കിയിരിക്കണം വയ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ്. സ്റ്റോക്ക് ഇൻവെൻ്ററി ലെവൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇൻവെൻ്ററി ലെവൽസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ, എക്കണോമിക് ഓർഡർ ലെവൽ എന്നൊക്കെ പറഞ്ഞ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. ദെൻ അതുകൂടെ വ്യക്തമാക്കിയിരിക്കണം. സ്റ്റോക്ക് ഇൻവെൻ്ററി ലെവൽസ്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻ ടേംസ് ഓഫ് അവൈലബിലിറ്റി. എത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടെ കൺസിഡർ ചെയ്തിരിക്കണം. അപ്പോൾ ഏതൊക്കെ പോയിൻറ്റ്സാണ് നമ്മളവിടെ പറയുക? ദ ഫോളോയിങ് ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ ഈസ് ഇൻപുട്ടഡ് ഇൻ ടു MPS. മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യപ്പെടുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? എ ഡിമാൻഡ് ഫോർകാസ്റ്റ്. ഫസ്റ്റ് വൺ ഈസ് എ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കണം. കസ്റ്റമർ ഓർഡേഴ്സ്, കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് നമ്മൾ കളക്ട് ചെയ്തിരിക്കണം. അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ്, സ്റ്റോക്ക് ഇൻവെൻ്ററി ലെവൽസ്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ദെൻ നെക്സ്റ്റ് ഹെഡിങ് ഒബ്ജക്റ്റീവ്സ് ഓഫ് MPS. നെക്സ്റ്റ് വൺ ഈസ് ദറ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് MPS. ഇത്തരത്തിലുള്ള MPS പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടുണ്ടാകാവുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് inventory control. Inventory control means stock management, stock control, inventory management. Inventory control. First point is inventory control. അതായത് ഒരു മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിൻ്റെ വൺ ഓഫ് ദി ഒബ്ജക്റ്റ് എന്തിനു വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്, എന്തിനാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ പ്രോസസ്സ്, ദ എയിം ഓഫ് ദി MPSൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് ഈസ് ഇൻവെൻ്ററി കൺട്രോൾ. ഇൻവെൻ്ററി കൺട്രോൾ ഈസ് വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് MPS ആൻഡ് ക്യാൻ ബെനിഫിറ്റ് ദ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് greatly. MPS observes inventory and attempt to keep a desired level of inventory available within the company. This is completed through making perfect use of resources available and minimizing overall cost and waste within the operation. Then one of the important object of MPS is to inventory management or inventory control, stock management. സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ഇതിന് വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്. അതായത് MPS നമുക്ക് വളരെ നല്ല രീതിയിൽ ഇൻവെൻട്രി മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് MPSൻ്റെ ഒരു ഒബ്ജക്റ്റാണ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഓവർ ഇൻവെൻറ്ററി ഉണ്ടാവാനായിട്ട് പാടില്ല, അതേപോലെ തന്നെ അണ്ടർ ഇൻവെൻറ്ററി ഉണ്ടാവാനായിട്ട് പാടില്ല. അതായത് ഓവർ സ്റ്റോക്കും അണ്ടർ സ്റ്റോക്കും ഉണ്ടാവാനായിട്ട് പാടില്ല. തീർച്ചയായിട്ടും ഇത് രണ്ടും ബിസിനസ്സിനൊരു അഡ്വേഴ്സ് ഇഫക്റ്റാണ് ഉണ്ടാവുക. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കൂടുതലായിട്ട് ഇൻവെൻറ്ററി വന്നു കഴിഞ്ഞാൽ, സ്റ്റോക്ക് കൂടിക്കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സ്റ്റോക്ക് കൂടിക്കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, ഫിനാൻസ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ദെൻ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറയാനായിട്ട് കാരണമാവുന്നു. അതാണ് ഏത് പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇൻവെൻറ്ററി ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്റ്റോക്കാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. എക്സസ് വന്നു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ബ്ലോക്കാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒന്നും കൂടുതലാവാനായിട്ട് പാടില്ല, ഓവർ സ്റ്റോക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. എന്നാൽ അതേസമയം അണ്ടർ സ്റ്റോക്ക് ആണെങ്കിൽ, അതായത് ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയായിട്ടുള്ള സ്റ്റോക്ക് ഇല്ലാതെ വരുന്ന പക്ഷം അവിടെ ഇതിനെ ബാധിക്കുകയും ചെയ്യും, പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ബാധിക്കുകയും ചെയ്യും. ശരിയായിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെ ഓവർ ക്യാപിറ്റലൈസേഷനോ അണ്ടർ ക്യാപിറ്റലൈസേഷനോ ഓവർ സ്റ്റോക്കോ അണ്ടർ സ്റ്റോക്കോ ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസ് എന്ന് പറയുന്നത് മാക്സിമം സ്റ്റോക്ക് ലെവൽ, മിനിമം സ്റ്റോക്ക് ലെവൽ, റീഓർഡർ ലെവൽ. ഇതെല്ലാം ഏതിനു വേണ്ടിയിട്ടാണ്?
ഇൻവെൻ്ററി കൺട്രോളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ലെവൽസാണ് ഇത് സ്റ്റോക്ക് ലെവൽസ് എന്ന് പറയുന്നത്. സെയിം ടൈം ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ഫോർ റിഡ്യൂസിങ് ദ വേസ്റ്റേജ്. അതേസമയം പ്രോപ്പറായിട്ടുള്ള ഇൻവെൻ്ററി ആണെങ്കിൽ അവിടെ നമുക്ക് വേസ്റ്റേജ് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വേസ്റ്റേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്താണ്? നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും, നമ്മുടെ ഫിനാൻസിനെ ബാധിക്കും. അപ്പോൾ നമുക്കൊന്നും തന്നെ എക്സസ് ആവാനോ ഒന്നും തന്നെ കുറയാനോ പാടില്ല. എല്ലാം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്തിരിക്കണം. ദെൻ MPSൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ദെൻ അതിൽ തന്നെ ഇൻവെൻ്ററി കൺട്രോൾ ഈസ് വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് MPS ആൻഡ് ക്യാൻ ബെനിഫിറ്റ് ദ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ഗ്രേറ്റ്ലി. Then MPS observes inventory and attempt to keep a desired level of inventory available within the company. This is completed through making perfect use of resources available and minimizing cost and waste within the operation. Then second point is setting up due date. Second point is setting up due date. Then second point is setting up due date. Due date fix ചെയ്യുക എന്നുള്ളത് another object ആണ്. That is, these objectives relating to setting up due date for availability of finished items and also providing information relating to resources and materials. These objectives act as a foundation of aggregate planning within the production facility. അവിടെ സെറ്റിംഗ് അപ്പ് ഓഫ് ഡ്യൂ ഡേറ്റ് ശരിയായിട്ടുള്ള രീതിയിൽ ഒരു ഡ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ഏത് സഹായിക്കുന്നുണ്ട്? MPS സഹായിക്കുന്നുണ്ട്. ദീസ് ഒബ്ജക്റ്റീവ്സ് റിലേറ്റിംഗ് ടു സെറ്റിംഗ് അപ്പ് ദ ഡ്യൂ ഡേറ്റ് ഫോർ അവൈലബിലിറ്റി ഓഫ് ഫിനിഷ്ഡ് ഐറ്റംസ് ആൻഡ് ഓൾസോ പ്രൊവൈഡിംഗ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു റിസോഴ്സസ് ആൻഡ് മെറ്റീരിയൽസ്. ദീസ് ഒബ്ജക്റ്റീവ് ആക്ട് ആസ് എ ഫൗണ്ടേഷൻ ഓഫ് അഗ്രിഗേറ്റ് പ്ലാനിംഗ് വിത്തിൻ ദ പ്രൊഡക്ഷൻ ഫെസിലിറ്റി. Then third point is customer services. Third point is customer services. Customer services. Next one is customer services. Then delivery time is extremely important in ensuring for customer service satisfaction. Master production scheduling helps in delivering goods in timely and cost effective manner. അവിടെ തേർഡ് പോയിന്റ് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് MPSൻ്റെ മറ്റൊരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസസ് എന്നുള്ളതാണ്. കസ്റ്റമർ സർവീസസിലെ ഡെലിവറി ടൈം ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഇൻ എൻഷുറിംഗ് ഫോർ കസ്റ്റമർ സർവീസ് സാറ്റിസ്ഫാക്ഷൻ. മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് ഹെൽപ്സ് ഇൻ ഡെലിവറിംഗ് ഗുഡ്സ് ഇൻ എ ടൈംലി ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് മാനർ. അവിടെ നമുക്ക് then delivery time is extremely important in ensuring for customer service satisfaction. Master production scheduling helps in delivering goods in a timely and cost effective manner. അതായത് കസ്റ്റമേഴ്സിന് നമുക്ക് അവർ ഉദ്ദേശിക്കുന്ന അതേ ടൈമിൽ തന്നെ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനും ടൈമിലി പ്രൊഡക്ഷൻ എൻഷുർ ചെയ്യാനും അതേപോലെ തന്നെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് പോയിന്റ് ഈസ് ഷെഡ്യൂളിംഗ്. ഫോർത്ത് പോയിന്റ് ഈസ് ഷെഡ്യൂളിംഗ്. Fourth point is scheduling. Then scheduling, MPS set up a schedule for production of parts and components that are utilized and input to material requirement planning. This helps optimize and efficient production schedule that will ensure for on-time delivery and for the product to be completed in the time that it is given with the available resources. Fourth point, scheduling. MPS setup schedules for production of parts and components. MPS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ പ്രൊഡക്ഷൻ ഓഫ് പാർട്സ് ആൻഡ് കമ്പോണൻറ്റ്സ്. അതായത് പാർട്സോ കമ്പോണൻസോ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ആർ യൂട്ടിലൈസ്ഡ് ആസ് ഇൻപുട്ട് ടു മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ഫോർ പ്ലാനിങ്. ദീസ് ഹെൽപ്സ് ഓപ്റ്റിമൈസ്ഡ് ആൻഡ് എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്. ഇത് എന്തിനെ സഹായിക്കുന്നു? വളരെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിനെ സഹായിക്കുന്നു. ദെൻ ദാറ്റ് വിൽ എൻഷുർ ഫോർ വൺ ടൈം ഡെലിവറി that is and for the product to be completed in the time that is given with the available resources. അവിടെ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യാനും അതേപോലെ തന്നെ കറക്റ്റ് ഓൺ ടൈം തന്നെ നമുക്ക് ഡെലിവറി എൻഷുർ ചെയ്യാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്. ഫസ്റ്റ് വൺ ഈസ് ഇൻവെൻ്ററി കൺട്രോൾ. Second point is setting up due dates.
Then third one is customer services. Fourth one is services. These are the important objectives of MPS. അപ്പോൾ എന്താണ് ദെൻ അവിടെ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ഈസ് എ പ്രോസസ് ഇൻ മാനുഫാക്ചറിങ് ടു ഡിസൈഡ് വിച്ച് പ്രോഡക്റ്റ് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. It is a dynamic as it is speeds up the production process. Then next one is objectives of master production scheduling. ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ഇൻവെൻ്ററി കൺട്രോൾ, then setting up due date, customer services and scheduling. Then functions of master production scheduling. ഇനി മാസ്റ്റർ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ചെയ്യേണ്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് ടോപ്പിക്. വളരെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫങ്ഷൻസ് ഓഫ് MPS. MPSൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫോമിംഗ് പ്ലാൻസ്. ട്രാൻസ്ഫോമിംഗ് എന്ന് പറയുന്നത് കൺവേർഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് പോയിൻ്റ് ട്രാൻസ്ഫോമിംഗ് പ്ലാൻസ്. നമ്മുടെ പ്ലാനുകളെല്ലാം തന്നെ റിയാലിറ്റി ആക്കി മാറ്റുന്ന ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വണ്ണിലെ ട്രാൻസ്ഫോമിംഗ് plans. MPS determines the amount of material, labor and specialized equipment required to meet the manufacturing goal. This is because the master schedule translates the plan into a specific number of items that are needed to be produced within a given time. എന്താ പറയുക? ട്രാൻസ്ഫോമിംഗ് പ്ലാൻസ് എന്ന് പറയുന്നതിൽ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് MPS determine the amount of material, labor and specialized equipment required to meet the manufacturing goals. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ലേബേഴ്സ് അതെല്ലാം തന്നെ എൻഷുർ ചെയ്യുകയും MPS determines the amount of material, labor and specialized equipments required to meet the manufacturing goals. മാനുഫാക്ചറിങ് ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസോ ലേബറോ എല്ലാം എൻഷുർ ചെയ്യുകയും this because the master schedule translates the plan into a specific number of items that are needed to be produced within the given time. Then അവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ കൺവേർഷൻ പ്രോസസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് റോ മെറ്റീരിയൽസിനെ കൺവേർട്ടർ ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക? ട്രാൻസ്ഫോമിംഗ് പ്ലാൻസ് എന്ന് പറയുന്നത്. Then second one is evaluate alternative schedules. Second point le evaluate alternative schedules. Evaluate alternative schedules. Next one is produce capacity requirement. Third function is produce capacity requirement. MPS facilitates capacity planning through establishing proper capacity requirements. Capacity requirements are directly received through master production scheduling and therefore correlate with capacity planning. Master production scheduling facilitates the manufacturers to obtain the right knowledge about the requirement of capacity. Then produce capacity requirement. Next one പറയുന്നത് produce capacity requirement ആണ്. Produce capacity requirement ലെ MPS facilitate capacity planning through establishing proper capacity requirement. ശരിയായിട്ടുള്ള രീതിയിൽ കപ്പാസിറ്റി റിക്വയർമെൻറ്റ് നോക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളവിടെ നിന്ന് കപ്പാസിറ്റി പ്ലാനിങ് തയ്യാറാക്കുന്നത്. കപ്പാസിറ്റി റിക്വയർമെൻറ്റ്സ് ആർ ഡയറക്ട്ലി റിസീവ്ഡ് ത്രൂ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് ആൻഡ് ദെർഫോർ correlate with the capacity planning. Master production scheduling facilitate the manufacturers to obtain the right knowledge about the requirement of capacity. Then fourth one is facilitate information process. Third one, produce capacity requirement. Produce capacity requirement. Capacity requirement. And fourth one is information, facilitate information processes. Facilitate information. Facilitate information processes. Then MPS determines the best appropriate time for delivery.
These coordinate with various management information systems such as marketing, finance and others. MPSൻ്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റിംഗ് ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ഒരുക്കി തരിക എന്നുള്ളതാണ്. ഫെസിലിറ്റേറ്റിംഗ് ഇൻഫർമേഷൻ പ്രോസസ്സിങ്. MPS determines the best appropriate time for delivery. MPS determines the best appropriate time for delivery. This coordinate with various management information system such as marketing, finance and others. And fifth one is utilization of available resources. പിന്നെ മറ്റൊരു ഫംഗ്ഷൻ ഉള്ളത് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. MPS എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലോഡ് ആൻഡ് യൂട്ടിലൈസേഷൻ ഫോർ ദി machinery and equipment deployed in the manufacturing process. This allows for the best utilization of all the available resources and way more efficient flow of production. Then അവിടെ ഫിഫ്ത്ത് പോയിന്റിൽ അവൈലബിലിറ്റി, യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അപ്പോൾ ഒരു മാസ്റ്റർ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൻ്റെ ഷെഡ്യൂളിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്, അതായത് കൺവേർഷൻ പ്രോസസ്സാണ്. ഇൻപുട്സിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന കൺവേർഷൻ പ്രോസസ്സാണ്. സെക്കൻഡ് വൺ പറയുന്നത് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് ഷെഡ്യൂൾ എന്നാണ്. ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് ഷെഡ്യൂൾ നമുക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് ഷെഡ്യൂൾസിനെ കുറിച്ച് വിലയിരുത്തുക എന്നുള്ളതാണ്. ദ MPS പ്രൊഡ്യൂസേഴ്സ് ദ ട്രയൽ ആൻഡ് എറർ ഷെഡ്യൂൾ ദാറ്റ് ഗിവ്സ് ആൻ ഓൾട്ടർനേറ്റീവ് റൂട്ട് ടു അക്കംപ്ലിഷ് ദ പ്രൊഡക്ഷൻ. ദിസ് വുഡ് tackle any unexpected mishap that would arise within the completion of production. അവിടെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ മിസ്റ്റേക്കോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനോ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം ട്രാൻസ്ഫോർമേഷൻ പ്ലാൻസ് തയ്യാറാക്കാം. ദെൻ സെക്കൻഡ് വണ്ണിൽ പറയുന്നത് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് ഷെഡ്യൂൾസ്. ഓൾട്ടർനേറ്റീവ് ഷെഡ്യൂൾസിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അനദർ ഫംഗ്ഷനാണ് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് ഷെഡ്യൂൾ. ദെൻ തേർഡ് വൺ ഈസ് പ്രൊഡ്യൂസ് കപ്പാസിറ്റി റിക്വയർമെൻറ്റിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിൽ പ്രൊഡ്യൂസ് കപ്പാസിറ്റി റിക്വയർമെൻറ്റ്. MPS ഫെസിലിറ്റേറ്റ് കപ്പാസിറ്റി പ്ലാനിങ് ത്രൂ എസ്റ്റാബ്ലിഷിംഗ് പ്രോപ്പർ കപ്പാസിറ്റി റിക്വയർമെൻറ്റ്. ദെൻ ഫോർത്ത് പോയിൻ്റ് ഈസ് ഫെസിലിറ്റേറ്റ് ഇൻഫർമേഷൻ പ്രോസസ്സ്. ശരിയായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യാനുള്ളൊരു അവസരം ഒരുക്കി തരുന്നു എന്നുള്ളതിൽ ഫെസിലിറ്റേറ്റിംഗ് ഇൻഫർമേഷൻ പ്രോസസ്സ്. Then fifth point is utilization of available resources. അവൈലബിൾ റിസോഴ്സസിൻ്റെ എല്ലാം ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആണ് അതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് what are the importance of MPS. MPSൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ യൂസ്ഡ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് പ്രോഡക്റ്റ് ആൻഡ് ഈസ് ഷോർട്ടർ ടൈം ഇൻ്റർവെൽസ്. MPS is an important in the following aspect. It is a link between what is expected and what is actually to be built, material requirement planning and final assembly schedule. ശരിയായിട്ടുള്ള രീതിയിൽ MPS മാർക്കറ്റിംഗ് ദെൻ ഇവിടെ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് പ്രോഡക്റ്റ് ആൻഡ് ഷോർട്ട് ടൈം ഇൻ്റർവെൽസ്. അതായത് ഇൻഡിവിജ്വൽസിനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പല പ്രോഡക്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ദെൻ അത് ഈക്വലൈസ് ചെയ്യുന്ന ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ആൻഡ് വാട്ട് ഈസ് ആക്ച്വലി ടു ബി ബിൽഡ്. എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ വാട്ട് ഈസ് ആക്ച്വലി to be built and material requirement planning and final assembly schedule. എന്താണ് നമ്മൾ കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നും അത് ഫൈനലായിട്ട് ആ പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തിക്കുന്ന വരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കാനായിട്ട് അതിൻ്റെ ഒരു ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നു? ദറ്റ് ഈസ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ സഹായിക്കുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഡെവലപ്പ് ഡാറ്റ ടു ഡ്രൈവ് ദ ഡീറ്റെയിൽഡ് പ്ലാനിങ്. MPS is a priority plan for manufacturing. It keeps priorities valid. അതായത് MPS എന്ന് പറയുന്നത് ദെൻ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു പ്രയോറിറ്റി പ്ലാനാണെന്ന് പറയുന്നത് മുൻഗണന കൊടുക്കേണ്ട പ്ലാനാണെന്നും ബാക്കിയെല്ലാം തന്നെ അതിൻ്റെ ഒരു സബ്സിഡിയറി പ്ലാൻസ് ആയിട്ട് വരികയും ചെയ്യുന്നു. ദെൻ ഇവിടെ സെക്കൻഡ്ലി ഇറ്റ് ഡെവലപ്പ് ഡാറ്റ ടു ഡിറൈവ് ദ ഡീറ്റെയിൽഡ് പ്ലാനിങ്. ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നു. ഫോർ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, അതായത് എത്രമാത്രം മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് പ്ലാൻ തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നു. MPS is a priority plan for manufacturing. It keeps priorities valid. Third point,
It is the basis for calculating the resources available and the resources needed. It provides devices to reconcile the customer's demand and the plant capacity. നമ്മുടെ തേർഡ് പോയിന്റിൽ it is the basis for calculating the resources available and the resources needed. അവൈലബിൾ റിസോഴ്സസ് എത്രയാണെന്നും അതേപോലെ തന്നെ എന്തൊക്കെ റിസോഴ്സസ് ആവശ്യമുണ്ടെന്നും ഉള്ളതിൻ്റെ ഒരു ബേസിസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഡിവൈസസ് ടു റീകൺസിൽ ദ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ആൻഡ് പ്ലാൻ കപ്പാസിറ്റി. റീകൺസിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ ദെൻ അവിടെ it provides sales people to information on the available to promise, indicating that when end products are available. Then it provides devices to reconcile the customer's demand and the plant capacity. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് എത്രയാണെന്നും അതിനനുസരിച്ച് ഒരു ഇത് തയ്യാറാക്കാനും നമ്മെ സഹായിക്കുന്നു എന്ന് പറയാം. ദെൻ ഫോർത്ത് വൺ ഈസ് it makes possible reliable delivery promises. It makes possible reliable delivery promises. ശരിയായിട്ടുള്ള രീതിയിലുള്ളൊരു ഡെലിവറി പ്രോമിസസ് നമുക്ക് ഉറപ്പുവരുത്തുന്നു. It makes possible reliable delivery promises. It provides sales people information on it available to promise, indicating when end products are available. Then fifth point is it is a tool that can be used to evaluate the effect of schedule changes. It is a device for communication and the basis to make changes consistent with the demand of the marketplace and manufacturing capacity. It is a tool that can be used to evaluate the effect of schedule changes. അതായത് ഷെഡ്യൂൾ ഉണ്ടാകാവുന്ന ചേഞ്ചസിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാം. സോ ഇറ്റ് ഈസ് എ ടൂൾ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ ഇഫക്റ്റ് ഓഫ് ഷെഡ്യൂൾ ചേഞ്ചസ്. ഇറ്റ് ഈസ് ഡിവൈസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എ ബേസിസ് ടു മേക്ക് ചേഞ്ചസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഡിമാൻഡ് ഓഫ് ദ മാർക്കറ്റ് പ്ലേസ് ആൻഡ് മാനുഫാക്ചറിങ് കപ്പാസിറ്റി. Then sixth point is it is a contract between marketing and manufacturing department. It is a contract between marketing and manufacturing department. അതായത് ഒരു ലിങ്ക് ആണെന്ന് പറഞ്ഞു. ഇത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലൊരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇറ്റ് ഈസ് അഗ്രീഡ് അപ്പോൺ പ്ലാൻ. ഇതൊരു പ്ലാൻ അനുസരിച്ച് നമുക്കത് പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് കോർഡിനേറ്റ് പ്ലാൻ ആൻഡ് ആക്ഷൻസ് ഓഫ് ഓൾ ഓർഗനൈസേഷൻ ഫങ്ഷൻസ് ആൻഡ് ഇറ്റ് ഈസ് എ ബേസിസ് ടു മെഷർ ദ ഫങ്ഷണൽ പെർഫോമൻസ്. Then next one is it provides management with the means to authorize and control all resources needed to support integrated plans. ഇത് തീർച്ചയായിട്ടും ഈ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് മാനേജ്മെൻറ്റ് വിത്ത് ദ മീൻസ് ടു ഓതറൈസ് ആൻഡ് കൺട്രോൾ റിസോഴ്സസ് നീഡഡ് ടു സപ്പോർട്ട് ഇൻറ്റഗ്രേറ്റഡ് പ്ലാൻസ്. ബാക്കി എല്ലാ പ്ലാൻസുകളെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത് പറയാം. ദെൻ ഇൻ ദ ഷോർട്ട് ഹൊറിസോൺ MPS serve as the basis for planning material requirement, production of components, order priorities, short-term capacity requirements, etc. In long horizon, MPS serve as the basis of estimating long-term demand on the company's resources such as people, equipment, warehouse and capital. Then next topic is കോമൺ MPS ഔട്ട്പുട്ട് റിപ്പോർട്ട്. ഏതൊക്കെയാണ് കോമൺ MPS ഔട്ട്പുട്ട് റിപ്പോർട്ട് എന്ന് നോക്കാം. സം ഓഫ് ദ സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ക്രിയേറ്റഡ് ബൈ MPS ദറ്റ് ഈസ് അവൈലബിൾ ടു പ്രോമിസ്, ഡിമാൻഡ് ട്രാക്കിംഗ് റിപ്പോർട്ട്, ഫോർകാസ്റ്റ് ഡാറ്റ റിപ്പോർട്ട്, പീരീഡ് സമ്മറി ഫോർകാസ്റ്റ്, ഐറ്റം ഡിമാൻഡ് ആൻഡ് ഫോർകാസ്റ്റ്, ബിൽഡ് ഷെഡ്യൂൾ റിപ്പോർട്ട്, ഷെഡ്യൂൾ വേഴ്സ് ആക്ച്വൽ ഔട്ട്പുട്ട്, വേർ യൂസ് റിപ്പോർട്ട്. These are the different common MPS output report. Some of the standard report created by MPS includes, first one is available to promise. Available to promise, this gives available to promise quantities for each MPS line item. The report is time phased, usually into weekly or monthly. Second one is demand tracking report. It provides historical data on actual shipment and order booking as compared to management forecast. Third point le forecast data report. This report gives summary of historical demand
demand activity which indicate the significance of errors between forecast and actual and provides a statistical summary. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവുമെന്ന് കാണുന്നു, അതിനനുസരിച്ച് തന്നെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്നു, അതിലുണ്ടാകാവുന്ന ഡീവിയേഷൻസിനെ കുറിച്ചൊക്കെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. പീരീഡ് സമ്മറി റിപ്പോർട്ട്, ഓരോ പീരീഡിലുള്ള സമ്മറി റിപ്പോർട്ട്സ്. ദെൻ ഐറ്റംസ് ഡിമാൻഡ് ആൻഡ് ഫോർകാസ്റ്റ്, present several years of user specified historical data and the next 12 months of then forecast demand for each item. Build schedule report, report the build schedule for one or all assemblies. Then schedules versus actual output, report the actual output compared with the scheduled output at a particular work center. Where user report list of all parts tools used as each work or enter machine. Then last one is the benefit of MPS. ഇത്തരത്തിലുള്ള MPS ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. Here are some of the key benefits that manufacturer may receive if they use an MPS. MPS ഉപയോഗിക്കും തോറും ഉണ്ടാകാവുന്ന benefits. First one is it is a communication tool. Then aid supply chain, supply സഹായിക്കുന്നു. Then stabilize production. Then fourth one is adjustments. Fifth one is shortage prevention. And sixth one is improve efficiency. Seventh one is effective cost control and foresee labor requirements. And ninth one is estimate expenses and sales forecasting. What are the important benefits of MPS? MPS മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ഒരു സ്ഥാപനത്തിൽ അഡോപ്റ്റ് ചെയ്യുന്നത് മൂലമുണ്ടാകാവുന്ന ബെനിഫിറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ടൂൾ. One of the main benefit of the master production scheduling is the communication tool capacity relating to plan within the manufacturing. It provides brief information about any manufacturing plans and allow manufacturers to have a clear understanding what is to be expect. എന്താണ് കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത് എന്നതിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ട് സഹായിക്കുക എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ കൂടെ അതിൻ്റെ ഉള്ളിലുണ്ട്. Then what is to be expect and which they are interpreted through the entire organization. അതിനെ വിലയിരുത്തിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻസ് തയ്യാറാക്കിക്കൊണ്ട് ആ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നൊരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് അവിടെ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് എയ്ഡ് സപ്ലൈ ചെയിൻ. ഇറ്റ് ഹാവ്സ് പ്രയോറിറ്റീസ് റിക്വയർമെൻറ്റ് വിത്തിൻ സപ്ലൈ ചെയിൻ. ദിസ് ഈസ് കണ്ടക്റ്റഡ് ത്രൂ അനലൈസിങ് ഓൾ റിക്വയർമെൻറ്റ്സ് ആൻഡ് ദെൻ ചൂസിങ് വാട്ട് നീഡ് ടു ബി കംപ്ലീറ്റഡ് ഫസ്റ്റ്. ഒരു ദെൻ എയ്ഡ് സപ്ലൈ ചെയിനെ ഹെൽപ്പ് ചെയ്യുന്നു. സ്റ്റെബിലൈസ് പ്രൊഡക്ഷൻ, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഒരു സ്റ്റെബിലിറ്റി, ഓവർ പ്രൊഡക്ഷനോ അണ്ടർ പ്രൊഡക്ഷനോ ഇല്ലാതെ ഒരു സ്റ്റേബിൾ ലെവലിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ സ്റ്റെബിലൈസിങ് പ്രൊഡക്ഷൻ ഈസ് വൺ ഓഫ് ദ ഗോൾ ഓഫ് MPS. എ സ്റ്റഡി ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടേംസ് ഓഫ് എഫിഷ്യൻസി ഓൺ ടൈം ഡെലിവറീസ്. This component is conducted through analyzing production and locating any areas where there are a potential bottleneck of other forms of hindrances. മറ്റുള്ള ഓരോ ഹിൻഡ്രൻസസിനെയും ഒഴിവാക്കിക്കൊണ്ട് പ്രൊഡക്ഷൻ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഷോർട്ടേജ് പ്രിവെൻഷൻ, ഇറ്റ് പ്രിവെൻറ്റ് എനി ഫോം ഓഫ് ഇൻവെൻറ്ററി ഷോർട്ടേജ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇംപ്രൂവ് എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു. ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് MPS ഈസ് എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റ്. ദെൻ ഇഫക്റ്റീവ് കോസ്റ്റ് കൺട്രോൾ, ശരിയായിട്ടുള്ള രീതിയിൽ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇഫക്റ്റീവ് കോസ്റ്റ് കൺട്രോൾ. ദെൻ ഫോർസി ലേബർ റിക്വയർമെൻറ്റ്, എത്രമാത്രം ലേബേഴ്സിന് ആവശ്യമുണ്ട് എന്ന് മുൻകൂട്ടി കാണാനായിട്ട് സഹായിക്കുന്നു. സെയിൽസ് ഫോർകാസ്റ്റിംഗ് ആൻഡ് എസ്റ്റിമേറ്റ് ദ എക്സ്പെൻസസ്. സെയിൽസ് ഫോർകാസ്റ്റിംഗ്, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്സ് ഓഫ് MPS. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾസ്. Then what are the objectives of master production schedules, functions of master production schedules, importance, common MPS and what are the benefit of MPS. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്താണ് മാസ്റ്റർ പ്രൊഡക്ഷൻ പ്രോസസ്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് MPS. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. വളരെ നന്നായിട്ട് പഠിക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു ആൾ.